ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഈ ഒരു ചപ്പാത്തി കറികളൊന്നും തന്നെ ഇല്ലാതെ വെറുതെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലൊരു സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ചപ്പാത്തി റെസിപ്പി ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ ചപ്പാത്തിയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്ക തല്ലിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ചപ്പാത്തിയിൽ നിന്നും ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തി എന്നുള്ളത്. ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു ചപ്പാത്തി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു സ്പൂൺ അളവിലാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഏലക്കയും വാനില എസൻസും ചേർത്ത് ചുട്ടെടുക്കുന്ന ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിത് എന്തായാലും കഴിക്കാനായിട്ട് തോന്നും. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കപ്പിൽ 250 ഗ്രാം അളവിൽ ഗോതമ്പ് പൊടി 2 കപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാത്തത് പരുവം തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 കപ്പ് പാലും 2 മുട്ടയും 3 കപ്പ് ഗോതമ്പ് പൊടിയുമാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്പൂണിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉരുക്കുന്നില്ല, ഉരുക്കാതെ തന്നെ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചേർത്തെടുക്കുന്നത് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ പല പല സ്ഥലത്തായിട്ട് അത് ഒരു എണ്ണമയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ച് വെച്ച ഉടനെ ചുട്ടെടുക്കരുത്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പരുവം കിട്ടത്തില്ല. ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. എൻ്റെ വോയിസിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു എരപ്പായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നത് മഴയുടെ ശബ്ദമാണ്. നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ ഒരല്പം ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഓരോന്നും ഉരുട്ടിയെടുക്കുന്നത്. ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാ മാവും ഉരുട്ടിയെടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ മാവ് പരത്തിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ അത്രയും നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മാവ്. ഇത് നല്ലോണം അമർത്തി പരത്തേണ്ട ആവശ്യമില്ല, നൈസായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ മാവ് ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് പാൽപ്പൊടി ഇട്ടതിന് ശേഷം കൈവച്ചൊന്ന് ചെറുതായിട്ട് ആ പാൽപ്പൊടി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ലൈറ്റായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ് ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിൽ കൂടുതൽ മധുരം ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇപ്പോൾ ഞാനിത് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ചപ്പാത്തി ഇതേ ഷേപ്പിലാണ് ഞാൻ പരത്തി ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം പരത്തി റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ മുഴുവൻ മാവും പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഈ ഒരു ഭാഗം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ മുഴുവൻ മാവും ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത നല്ലൊരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.